നമ്മുടെ കിളിക്കൂട്ടിൽ നിന്ന് കുറേ കിളികൾ മിസ്സിംഗ് ആവുന്നുണ്ട്. ഇവനാണ് നമ്മുടെ മെയിൻ കുഞ്ഞുങ്ങളെ തിന്നാട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കിളിക്കൂട്ടിൻ്റെ മെയിൻ കിളികളിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഇത് നമ്മുടെ കിളിക്കൂട്ടിൽ നിന്ന് 2 മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. പല്ലി, അരണ, ഓന്ത് പോലുള്ള ജീവികളാണ് നമ്മുടെ ഫിഞ്ചസിൻ്റെ മുട്ട ഏറ്റവും കൂടുതൽ കട്ടുകൊണ്ട് പോകുന്നത് കേട്ടോ. ഇതുണ്ടോ 3 പേരിരിക്കുന്നുണ്ടോ. സങ്കടകരമായിട്ടുള്ള കാര്യം പറയാനുണ്ട്. നമ്മുടെ കിളിക്കൂട്ടിലെ ഈ ഒരു കുളം ഷാർക്കാണോ? ഷാർക്ക് നമ്മുടെ മുതലക്കുഞ്ഞ് ഇതിനകത്തുണ്ട്. ഇങ്ങനെ ശോഭേ ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെവൻ സിറേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രിക്സ്. എൻ്റെ കയ്യിലൊരു കീ ഉണ്ട്. ഈ കീ നമ്മുടെ കിളിക്കൂടിൻ്റെ കീ ആണ് കേട്ടോ. നമ്മൾ കിളിക്കൂടിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പോകണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിളിക്കൂട്ടിൽ നിന്ന് കുറേ കിളികൾ മിസ്സിംഗ് ആവുന്നുണ്ട്. കുറേ കിളികളെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വലിയ കിളികളല്ല, പക്ഷെ നമ്മുടെ കിളിക്കൂട്ടിലുണ്ടാകുന്ന കുഞ്ഞു കിളികൾ, അതായത് പറന്നിറങ്ങി ഇപ്പോൾ ഒരു 5 കിളിക്കുഞ്ഞ് ഇറങ്ങുവാണെങ്കിൽ അതിനകത്ത് 1 or 2 കിളിക്കുഞ്ഞിന് നമുക്ക് മിസ്സാവുന്ന പോലെ തോന്നുന്നുണ്ട്. നമുക്ക് ഉറപ്പില്ല, പക്ഷേ എന്നാലും നമുക്കൊരു ഡൗട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്ക് അന്വേഷിക്കണം. അതിൻ്റെ കാര്യം എന്താണെന്ന് ഞങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അത് ഞാൻ കിളിക്കൂട്ടിലൂടെ കയറിയിട്ട് പറയാം. ശോഭനെ ഞാൻ കിളിക്കൂട്ടി കയറ്റുന്നില്ല. കാര്യം ശോഭനെ കിളിക്കൂട്ടി കയറ്റി കഴിഞ്ഞാൽ ശോഭ നമ്മുടെ താഴെ ഇരിക്കുന്ന കിളിക്കുഞ്ഞുങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും. അപ്പോൾ നമുക്ക് കയറി നോക്കാം അല്ലേ ശോഭേ? നീ വരുന്നുണ്ടോ? എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറയാം ശോഭേ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ. നീ പൊക്കോ, നീ ഒന്നിനെ കൊണ്ടുവന്നില്ല. ഇനിയിപ്പോൾ ഞാനുണ്ടല്ലോ ജസ്റ്റ് നമ്മുടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുവാണ്. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഞാൻ ഏറ്റവും കുറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കിളിക്കൂട്ടിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. പിന്നെ എൻ്റെ കയ്യിലൊരു ടോർച്ച് ഉണ്ട്. നമ്മുടെ കിളിക്കൂട്ടിൽ എന്താണ് സംഭവിക്കുന്നത്, രാത്രിയിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കയറി നോക്കിയാലേ പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളെ കിളിക്കൂട് ഫസ്റ്റ് നമുക്ക് ഓപ്പൺ ആക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ കിളിക്കൂട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ അധികം സൗണ്ട് ഉണ്ടാക്കാതെ കിളിക്കൂടിനകത്തേക്ക് കയറുവാണ് കേട്ടോ. ആദ്യത്തെ കുറച്ച് വിഷ്വൽസ് ഞാൻ ക്യാമറ ഇങ്ങോട്ടേക്ക് ഇറക്കി തരും. കാരണം ഡയറക്റ്റ് ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ വല്ല കിളികളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അവർ പറന്നു പോകും. നമ്മൾ പയ്യെ അധികം സൗണ്ട് കേൾപ്പിക്കാതെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഒരിച്ചിരി സൗണ്ട് കേട്ടു കേട്ടോ. 1-2 കിളികൾ പറക്കുന്ന നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾക്ക് കിളികൾ കരയുന്ന സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് ഫുള്ള് നമ്മുടെ മരത്തിലിരിക്കുന്ന കിളികളാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ ടോർച്ച് അടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ നോക്കി പോകാവേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കിളിക്കൂട്ടിലെ ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളെ ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് തവളകളാണ് കേട്ടോ. ഞാൻ അധികം സംസാരിക്കാതെ നിങ്ങളൊരു സംഭവം കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, നമ്മുടെ കിളികൾ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടോ. ഒന്ന് റൈറ്റ് സൈഡിലിരിക്കുന്നത് നമ്മുടെ ഡയമണ്ട് ഡവ് ആണ്. ഇത് കണ്ടല്ലോ, അത് കുഞ്ഞാണ് കേട്ടോ. നമ്മുടെ കിളിക്കൂട്ടിൽ ഇറങ്ങിയ കുഞ്ഞാണ്. പിന്നെ നമ്മുടെ ഒരു റെയർ ഫിഞ്ച് ഇരിപ്പുണ്ട്. ഇവിടെയൊക്കെ ആയിരിക്കും ചിലപ്പം ഇതൊക്കെ ഇരിക്കുന്നത് കേട്ടോ. കരച്ചിൽ കേൾക്കുന്നുണ്ട് ഇവിടുന്ന്. നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലത്ത് ഒന്നിനെയും കാണുന്നില്ല, കരച്ചിലൊന്നും കേൾക്കുന്നില്ല. ഇതിനിടയ്ക്കൊന്നും നമ്മൾ ഇതുവരെ ഒന്നിനെയും കണ്ടില്ല. ഇതൊക്കെ കിളികളിരിക്കുന്ന മരമാണ് കേട്ടോ. ഇത് ഇവിടെ നിങ്ങളൊരു തുള കാണുന്നുണ്ട്. ഇതുണ്ടോ, ഈ ഒരു തുളയൊക്കെ ശരിക്കും പറഞ്ഞാൽ തവള കുഴിക്കുന്നതാണ് കേട്ടോ. എല്ലാം മാറ്റി നോക്കാം. നമ്മളിനി ഉണ്ടല്ലോ കുളത്തിനകത്തുണ്ടോ എന്ന് ഒറ്റയടിച്ച് നോക്കാൻ വേണ്ടി പോവാണ്. ഇതിലുമഴിയൊക്കെ കുളത്തിൽ കൂടെ എന്തോ മീനുകൾ പോകുന്നുണ്ട്. നമ്മൾ ആരോണം ഒരു ഗൗരവം നിൽക്കുന്നുണ്ടോ. ഇനിയിപ്പോൾ നമ്മൾ കിളിക്കൂടിൻ്റെ മെയിൻ കിളികളിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. അന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ നോക്കി അറിയാം. ഈ ഒരു സൈഡിൽ കൂടെ ഫുള്ള് ഇതിനാശ വേണ്ടരുത് വേണ്ട. ഇത് ചെറിയ സൈസാണ് ആക്ച്വലി. പക്ഷേ ഇതിൻ്റെ വലുതായവന്മാർ ശരിക്കും നമ്മുടെ കിളീനെയൊക്കെ പിടിക്കും. അപ്പോൾ നമുക്ക് ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവൻ ചെറുതാണ്. ഇവൻ്റെ വലിയ ആൾക്കാരെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് കേട്ടോ. ഒരു പല്ലി ഇതുണ്ടോ. നമ്മൾ വിചാരിക്കും ഈ പല്ലികളൊന്നും പ്രശ്നമില്ല, പക്ഷേ നമ്മുടെ കിളിക്കൂട്ടിൽ ഇവരൊക്കെ പ്രശ്നമാണ്. പല്ലി, അരണ, ഓന്ത്, തവള എല്ലാം. പല്ലി, അരണ, ഓന്ത് പോലുള്ള ജീവികളാണ് നമ്മുടെ ഫിഞ്ചസിൻ്റെ മുട്ട ഏറ്റവും കൂടുതൽ കട്ടുകൊണ്ട് പോകുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മരത്തിൽ കുറേ കിളികൾ ഇരിപ്പുണ്ട്. നിങ്ങൾ നോക്കുവാണെങ്കിൽ കുറേ കിളികൾ ഇരിക്കുന്ന കാണാനായിട്ട് പറ്റും. മേളിലൊക്കെ ഇരിപ്പുണ്ട്. ഈ ഇരിക്കുന്ന കുഞ്ഞാണ് കേട്ടോ, ജാവയുടെ കുഞ്ഞാണ്. പക്ഷേ ഞാൻ അവരുടെ അടുത്തേക്ക് പോകുന്നില്ല. ഇവർ പേടിച്ചിട്ട് പറക്കും കേട്ടോ. ഇത് കണ്ടോണേ, നിങ്ങൾ അധികം കാണാൻ ചാൻസ് ഇല്ലാത്ത ഒരാളാണ്. നമ്മുടെ മണിയൻ്റെ ബേബിയാണ്. ഇവർ രാത്രിയിൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഇത് കണ്ടോ, ഇവിടെയൊന്നും തവളകൾ ഇരിപ്പില്ല. ഇവൻ ഡേഞ്ചറാണ് കേട്ടോ. ഇതിനാശം ഒരുത്തനെ കിട്ടി. ഇവൻ ഡേഞ്ചറാ. പയ്യെ പോരെ. ഇത് നമ്മുടെ മണിയൻ ആക്റ്റീവാണ്. ഇത് കണ്ടോ, ഇത് മണിയനല്ല ആക്ച്വലി, മണിയൻ്റെ കുഞ്ഞാണ്. ഇതിനാശം പിടിച്ച് രണ്ടാമത്തെ പിടിച്ചു കേട്ടോ. ഇനിയുണ്ട്. മറ്റവൻ എങ്ങോട്ടാ പോയി? അയ്യോ, നമ്മുടെ രണ്ടാമത്തെ മിസ്സായി. എനിക്ക് തോന്നുന്നത് ഏതോ തുളയ്ക്കാതെ കയറിപ്പോയി കേട്ടോ. ഞാൻ ഇനി നമ്മുടെ മണീനെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മണീൻ ആൻഡ് ഫാമിലി. മണീന് കുഞ്ഞുണ്ട്, നമുക്ക് നോക്കാം. ഒരു മണീന് കുഞ്ഞുണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇവർ 3 പേരാണ് ഇതിനകത്തുള്ളത്. ഒരു തവണ നമ്മുടെ ഇതിന് രക്ഷപ്പെട്ടു. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് വല്ല ഹോൾ എന്തെങ്കിലും ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അവനെ കാണാത്ത. നമ്മൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വെട്ടമടിച്ചാണ് പോകുന്നത്. ആണ്ടാണ്ടോ ഇതുണ്ടോ, അടിപൊളി. 3ാമത്തെയാണ് കേട്ടോ. മറ്റൊന്ന് ഇറങ്ങി വരുമായിരിക്കും. ഇതുണ്ടല്ലോ ഇവിടെ. അതെ, അടുത്തടുത്ത് ഞാൻ മറ്റേ കണ്ണിലേക്ക് വെട്ടമടിച്ചിരിക്കുവാണ്. കണ്ണിലോട്ട് വെട്ടമടിച്ച തവള ചാടത്തില്ല കേട്ടോ. ഞാൻ കണ്ണിലോട്ട് വെട്ടമടിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ ദിനാശൻ അവനെ പയ്യെ നമ്മുടെ പാത്രത്തിലോട്ട് കയറ്റും. പാത്രത്തിൽ കയറ്റിയിട്ടുണ്ട്.
നാലാമത്തെ. നമ്മൾ ഇത്ര ഏരിയ കവർ ചെയ്തപ്പോൾ തന്നെ 4 എണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഡയമണ്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കിളികളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു ഏരിയയിലേക്ക് പോകുന്നില്ല, കാര്യം നമ്മുടെ കിളികളൊക്കെ പേടിക്കുമല്ലേ. അയ്യോ ദിനോജ, ഇവനാണ് നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെ തിന്നാട്ടോ. അയ്യോ, ഇവൻ കുളത്തിലിറങ്ങി കിടക്കുവാണേ. ഇത് കണ്ടോ, അവൻ്റെ കണ്ണിലേക്ക് നമ്മൾ വെട്ട അടിച്ചിട്ടുണ്ട്. ഇവന്മാരെയൊക്കെ എന്നാ ചെയ്യേണ്ടത്? നമ്മുടെ മീനുകൾ എന്തോരമുണ്ട്. ഞാൻ ഇവനെ പിടിച്ചതിന് ശേഷം നമ്മുടെ മീനുകളെ കാണിച്ചു തരാം. അവന്മാർ വലിയ ആക്റ്റീവ് അല്ല, കിളിക്കുഞ്ഞിനെ പിടിക്കും. അത് തന്നെ ഞാൻ കാണിച്ചിട്ട് ഇതിനകത്തുണ്ടല്ലോ. ഇതുണ്ടോ, ഇത് നമ്മുടെ മീനിൻ്റെ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം. ഒരു ഗൗരയുടെ കുഞ്ഞ്, നിങ്ങൾക്ക് വെട്ടടിക്കുന്നത് കാണാൻ പറ്റത്തില്ല. ഇതുണ്ട് ഗൗരയുടെ കുഞ്ഞ്. എൻ്റെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. വാലുമാക്രി ഉണ്ട് കേട്ടോ അതിനകത്ത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറ. നമുക്ക് ഈ കുളത്തിൽ വാലുമാക്രി ഉണ്ടാകുന്ന എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന്. ഇവന്മാരിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നത് ശരിയാവത്തില്ല കേട്ടോ. ഇവന്മാർ ഇതിനകത്ത് കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ അധികം ഒച്ച ഉണ്ടാക്കിയാതെയാണ് ഇതിനകത്തൂടെ പോകുന്നത്. കാര്യം ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കിളികൾ വെറുതെ പേടിച്ചു പോകും. ഇവിടെ ഒന്നും വേറെ ഇരിപ്പില്ലുണ്ട്. ഇതിനൊക്കെ ഇടയ്ക്ക് എവിടെ? ഓ മൈ ഗോഡ് ഗൈസ്, ഇവൻ എവിടുന്ന് കയറി വന്നതേ നിങ്ങളെ കാണിച്ചു തരാവേ. ഇതേ കുളത്തിനടുത്ത ഇതുണ്ടോ അതുണ്ടോ, അവനെ പിടിച്ചോ വെച്ചാ. ഇവനെങ്ങനെ ഇതിനകത്ത് വന്നു? കയറിപ്പോടാ. അവനിപ്പോൾ ഉണ്ടായി വീണേ ഉള്ളെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ 6ാമത്തെയാണ് കേട്ടോ. ചാടാ. വളരെ വിദഗ്ധമായിട്ട് ജിനാശനെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ 6ാമത്തെ പിടിച്ചു കേട്ടോ. ജിനാശൻ പറഞ്ഞൊരു നല്ലൊരു ഓപ്ഷനാണ്. ഇവിടുത്തെ കല്ല് നമുക്കൊന്ന് മാറ്റി നോക്കാം. ഇതൊക്കെ ഇവന്മാരിക്കുന്ന സ്ഥലമാണ് കണ്ടിട്ട്. നല്ല പാമ്പൊക്കെ ഇറങ്ങി വരും. നമ്മൾ ഈ ഒരു സൈഡിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ ഒന്നും ആരും ഇരിപ്പില്ല. ഈ ഒരു ഓന്ത്, പുറത്തൊരു ഓന്ത് ഉണ്ടോ? ഇല്ലില്ല, ഇതൊക്കെ ഡേഞ്ചറാണ് കേട്ടോ. ഇതുണ്ടോ, ഇവനൊക്കെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ കിളികളുടെ കാര്യം തീരുമാനമാകും. മുട്ടയും കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് തിന്നും കേട്ടോ. ഇവനെ പുറത്ത് വന്ന് ഓടിക്കാം. ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ എന്തുകൊണ്ടാണ് നമ്മൾ രാത്രി ഇതിനകത്ത് കയറിയത്. നമുക്ക് അവനെ പുറത്തിറങ്ങി നമുക്ക് ഓടിക്കാം. ഇതേണ്ടോ, ഇവൻ ഡേഞ്ചറാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ സൈഡിൽ കൂടെ നടക്കുവാണ്. ഇത് നമ്മുടെ കാത്തു സുഖമായിട്ടിരിക്കുന്നു. ഇത് നമ്മുടെ 2 ഡയമണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ കിളിക്കൂട്ടിൽ നിന്ന് 2 മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള 2 കാടയെ മേടിച്ചത്. അപ്പോൾ അവരിടുന്ന മുട്ടയാണ് കേട്ടോ. ഇതുണ്ടോ, 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ നമ്മുടെ ഗൗരയൊക്കെ ഇഷ്ടം പോലെ മുട്ട ഇടുന്നുണ്ട്. ഇത് കണ്ടല്ലോ, ഈ ബബിൾസൊക്കെ നമ്മുടെ ഗൗരയുടെയാണ് കേട്ടോ. 1, 2, 3 ഇതുണ്ട്. ഇതിൻ്റെയൊക്കെ വയറിരിക്കുന്നുണ്ടോ? ഇതുണ്ടോ, എല്ലാം തന്നെ പ്രഗ്നൻ്റ് ആണ്. ഇതുണ്ടോ, അവൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവരിട്ടിരിക്കുന്ന ബബിളാണ് ആ സൈഡിൽ കൂടെ കാണുന്നത്. ഈ ഒരു ബബിളിൻ്റെ ഉടമസ്ഥൻ ആരാന്ന് എനിക്കറിയത്തില്ല. ഇത് ഓൾറെഡി മുട്ട ഇട്ടതാണ് കേട്ടോ. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയോ വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഇതുണ്ടോ, അതുകൊണ്ട് തന്നെ ഇവൻ ഭയങ്കര ആക്റ്റീവാണ്. ഇത് രാത്രിയായിട്ട് ഉറക്കം പോലും ഉള്ളിലേക്ക്. ഈ സൈഡിലൊന്നും കാണുന്നില്ല. ഇതിനകത്തൊക്കെ ഇവിടെയൊക്കെ അവർക്ക് കയറിയിരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ഒരു ഫെഞ്ചസ് ജാവയാണ് ഇരിക്കുന്നത് ഉറങ്ങുന്നത്. അതേൽ കിളി ഒരാപ്പായ്മ ഇതുണ്ടല്ലോ. നമ്മുടെ കിളികളൊക്കെ ഉണ്ടാകും മരത്തിനകത്തേക്ക് ഇരുന്ന് ഉറങ്ങുന്നത്. ഇതുണ്ട്, എന്ത് സുഖമായിട്ടിരുന്ന് ഉറങ്ങുന്ന നോക്കി. ഇതുണ്ടോ, ഇത് നമ്മുടെ ജാവയുടെ കുഞ്ഞാണ് ഇരിക്കുന്നത്. ഇതുണ്ട്, ഇത് നമ്മുടെ ജാവയുടെ കുഞ്ഞാണ്. ഇതൊരു അഡൾട്ട് ജാവയാണ്. നമ്മുടെ കിളികളൊക്കെ എന്ത് സുഖമായിട്ടാണ് മരത്തിരിക്കുന്നത് നോക്കി. ഈ ഒരു മരത്തേലും കിളികൾ കാണും. ഇത് കണ്ടോ, 3 പേരിരിക്കുന്നുണ്ടോ. ഇവരുടെ 3 പേരുടെയാണ് ഈ ഒരു കൂട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടെയൊക്കെ കിളികളിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇതൊരു ഫിഞ്ചസ് ഉറങ്ങി വരുന്നത്. ഇതുണ്ട്, ഈ ഒരു മുട്ട അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. അതിൻ്റെ കിളി ഇത് കാണുന്നില്ല. ഈ ഒരു കൂട്ടിൽ ഇത് കണ്ടോ, ഇതിനകത്ത് 2 പേരിരിപ്പുണ്ട്. ഇതുണ്ടോ, 2 പേരിരിക്കുകയാണ്. ഇതെന്താണ് വെട്ടെന്നാണ് അവർ നോക്കുന്നത്. ഇതിനകത്തൊക്കെ കിളിയിലിരിപ്പുണ്ട് കേട്ടോ. രാത്രി ശരിക്കും കിളിക്കൂട്ടിനകത്തെ കാഴ്ചകൾ എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഒരു ഓന്ത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇവരാണ് നമ്മുടെ കിളിക്കൂട്ടിലെ മുട്ട എടുത്തുകൊണ്ട് പോകുന്നത്. കുഞ്ഞു കിളികളെ പിടിക്കുന്നുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് കിളിക്കൂട്ട് രാത്രിയിലാണ് തീറ്റയിട്ട് നോക്കാം. ഇവിടെ ഒന്നും ആരും ഇരിപ്പില്ല കേട്ടോ. ഈ സൈഡൊക്കെ നമ്മൾ നോക്കി ഒന്ന് ജസ്റ്റ് കുറച്ച് തീറ്റ, ഒരു പൊടി തീറ്റ ഇട്ടെ. പരലിനൊക്കെ നമ്മൾ രാത്രി കാണാണല്ലോ. നമ്മളൊരു ഇച്ചിരി തീറ്റ എടുത്തുകൊണ്ട് അതുകൊണ്ടോ ഇവനിങ്ങനെ ഒരുമാതിരി റൗണ്ട്സ് എടുക്കുന്ന പോലെ പൊക്കോണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു വേറെ മീനുകളൊന്നും മേളിൽ കാണാതെ. എന്താണെന്നൊരു പിടിയില്ല. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം പറയാനുണ്ട്. നമ്മുടെ കിളിക്കൂട്ടിലെ ഈ ഒരു കുളം ലീക്കാണ്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഈ ഒരു കുളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിക്കേണ്ടി വരും. ഇതിനകത്ത് മീനുകളെല്ലാം പിടിച്ച് മാറ്റേണ്ടി വരും അല്ലേ. അത് നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. നമ്മുടെ ഇവിടം വരെ വെള്ളം ഉള്ളതാണ്, പക്ഷേ ഇത്ര വെള്ളം താന്നേക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും വെള്ളം അടിച്ച് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉടനെ തന്നെ വറ്റിച്ച് മീനുകളെല്ലാം പിടിക്കേണ്ടി വരും. അപ്പോൾ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു, നല്ലൊരു പണിയാണ്. എനിക്ക് തോന്നുന്നത് ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്, പക്ഷേ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇവരെ പിടിച്ച് വേറെ കുളത്തിലേക്ക് മാറ്റും. അന്ന് വറ്റിക്കുന്ന സമയത്ത് അറിയാം ഇതിനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരും. അപ്പം അതെനിക്കറിയത്തില്ല അത് ഇടണോ വേണ്ടോന്ന്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും.
ഈ ഒരു കുളം വറ്റിക്കുന്ന വീഡിയോസ് ഫുൾ ഇടണോ എന്നുള്ള കാര്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കമൻറ്റ് ചെയ്യും. ഒരു 10,000 കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് പറ്റിക്കും. പിന്നെ നമുക്ക് നോക്കാം കേട്ടോ. എന്താണെങ്കിലും നമുക്ക് ഒരു 4 ദിവസമെങ്കിലും എടുക്കും തീരാനായിട്ട്, ഏറ്റവും കുറഞ്ഞത്. കാരണം 30,000 ലിറ്റർ വെള്ളമുണ്ട്. മീനുകളൊന്നും വന്നില്ല കേട്ടോ. ഒരു ഗൗര പോകുന്നുണ്ട് കണ്ടോ. ഗൗര മാത്രമല്ല, ഒരു കോഴിക്കാർപ്പെത്തി. ഷാർക്കാണോ? ഷാർക്ക് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനം ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഈ ഒരു വെള്ള കളർ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷാർക്കാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ ഈ ഒരു കുളം വറ്റിക്കുമ്പോൾ അറിയാം ഇതിനകത്ത് എന്തൊക്കെ മീനുകളുണ്ടെന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് നമുക്ക് ആറ്റിൽ നിന്ന് കിട്ടിയ പല മീനുകളെയും കൊണ്ടിട്ടിട്ടുണ്ട്. പരല്, പള്ളത്തി, കോലാൻ പോലെയുള്ള ചെമ്പല്ലി, ആറ്റ് ചെമ്പല്ലി, അങ്ങനത്തെ വെറൈറ്റികളായിട്ടുള്ള കുറേ പുല്ലൻ മീനുകളുണ്ട്. നമുക്കിത് വറ്റിക്കുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. എന്നാ പോലെ വെച്ചാൽ അല്ലേ. നമുക്ക് കിട്ടിയിരിക്കുന്ന 6 എണ്ണമാണ്. ഇത് കണ്ടോ, 6 തവളയാണ്. ഈ തവളയ്ക്ക് നമ്മുടെ നാട്ടിൽ പറഞ്ഞത് ചൊറിയൻ തവള എന്നാണ് കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന പേര് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേ. അപ്പോൾ നമ്മളിവർ എന്നാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഇനി പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മുടെ കിളികളെല്ലാം ആരും പറന്നൊന്നുമില്ല, അങ്ങനെ അലമ്പൊന്നും ആയില്ല. ഇനി ഞാൻ ജസ്റ്റ് നമ്മുടെ കൂടെ ഒന്ന് കൂട്ടട്ടെ കേട്ടോ. പിന്നെ ഒരു കാര്യം, നമുക്ക് അരാപ്പയ്മേനോട് ജസ്റ്റ് നോക്കിയിട്ടിരുന്നു വെച്ചാൽ ഓന്തിനെ ഓടിക്കണം. എന്നാൽ ഇവരെടുത്തേക്കാം. നമ്മൾ ജസ്റ്റ് നമ്മുടെ അരാപ്പയ്മേനെ നോക്കാൻ വേണ്ടി പോകണം കേട്ടോ. അയ്യോ, ഇത് തുറക്കണ്ട റിസ്ക്കാണ്. ഇതുകൊണ്ട് നമ്മൾ അരാപ്പയ്മ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കാണാൻ തറിക്കും. നമ്മുടെ രണ്ടാമത്തെ അടിയിൽ നിൽപ്പുണ്ട്. നമ്മുടെ മുതലക്കുഞ്ഞ് ഇതിനകത്തുണ്ട്. എല്ലാവരും സേഫായിട്ട് നിൽക്കുവാണ്. നമ്മൾ അവരെ അനക്കുന്നില്ല. നമ്മൾ ഇവരെ ചെയ്യുന്നത് എന്താണെന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് ഓന്തിനെ ഓടിക്കണം. അവൻ അവിടെ തന്നെ ഇരിക്കുക, അവൻ അകത്ത് കയറാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ നമ്മൾ ഇവനെ ഓടിച്ച് വിട്ടിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ തവളേനൊക്കെ ഇങ്ങനെ ബക്കറ്റ് വെക്കും. അതിനുശേഷം നമ്മൾ ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളയും അല്ലേ, അല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിൽ എവിടെയെങ്കിലും കളയും. ഇവന്മാരകത്ത് കയറാത്ത രീതിയിൽ തിരിച്ചു വരരുത്. അവളേക്ക് തിരിച്ചിടാനുള്ള ബോധമൊന്നുമില്ല. അപ്പോൾ എന്താണ് നമ്മൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ രാത്രി നമ്മുടെ കിളിക്കൂട് ഒന്ന് കാണിക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കിളിക്കൂട് രാത്രി. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ തവളകൾ പിടിച്ച് കളയാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആരും മറക്കണ്ട, നമ്മുടെ കുളം വറ്റിക്കുന്ന വീഡിയോസ് ഫുള്ളായിട്ട് ഇടണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഉറപ്പായിട്ട് ഇടാം അല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പുതിയൊരു കുളം കുത്തേണ്ടി വരും. കാര്യം ഈ പിടിക്കുന്ന മീനുകളെ മാറ്റണമല്ലോ. അപ്പോൾ അതെല്ലാം നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എസ്മി ജിനോ സിറിയക്കല്ല, ജിനോ അല്ല 7 സിറിയക്. എന്താണ് ബൈ ഗ്രൂപ്പർ. ഹലോ ഷാബ പാടി ശോഭേ. നമ്മളുണ്ടല്ലോ ഇവിടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇവര് നമുക്കൊരു പായസം വന്നു കേട്ടോ. ഇന്ന് തന്നെ പരിപാടി അമ്പലത്തിൽ ഉത്സവമാണ്, ആറാട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. എല്ലാവരും ഉണ്ട് കേട്ടോ. ചാനലിൽ സ്റ്റോറി ആയിരിക്കുവേ കേട്ടോ. അപ്പൊ ബൈ.